വയനാട് മാതൃകാ വീട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ലീഗന്മാർക്കും UDF-കാർക്കും സുഡാപ്പികൾക്കും സംഘികൾക്കെല്ലാം പൊള്ളലോട് പൊള്ളൽ. എന്തെല്ലാം തരത്തിലുള്ള വ്യാജ വാർത്തയാണ്. ആ ഒരു വീട്, അതായത് സർക്കാർ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും അനാഥരാകാൻ പോകുന്നില്ല, നിങ്ങളെ എല്ലാവരെയും ഒരിടത്ത് പാർപ്പിക്കും, അതിനുവേണ്ടി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു തരും. അതിന്റെ മാതൃകാ വീട് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ സ്കെച്ചും അല്ലെങ്കിൽ 3D വേർഷൻ അല്ല കാണിച്ചു കൊടുത്തത്, ആ റിയാലിറ്റി ഒരെണ്ണം നിർമ്മിച്ചതിന് ശേഷം ഇതാണ് നിങ്ങൾക്ക് നിർമ്മിച്ചു തരാൻ പോകുന്ന മാതൃക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ടെയിലിന്റെ കളറുകൾ, മറ്റ് അവർക്ക് വേണ്ട സംവിധാനങ്ങളെ കുറിച്ച് അവർ സർക്കാരുമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കണ്ടു നിൽക്കുന്ന പലരും, ഈ കണ്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതുവരെ സ്വന്തം നിലയ്ക്ക് പണം പിരിച്ചു, ആ പണം എവിടെയെന്നോ ആ പണം എന്തിനൊക്കെയാണ് ചിലവാക്കിയിരിക്കുന്നത് എന്ന് പോലും അറിയായില്ല, അതിന്റെ കണക്ക് പോലും ഇതുവരെ പുറത്തു പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് സർക്കാർ 772 കോടി രൂപ പിരിച്ചു എന്ന്. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അവർക്ക് എപ്പോ വേണമെങ്കിലും കയറി നോക്കാനുള്ള സംവിധാനവും എത്ര രൂപ വരെ ആ വയനാട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അറിയാനുള്ള ട്രാൻസ്പാരൻസി സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും വാക്കുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്നവർ കഴിഞ്ഞ ദിവസം മാതൃകാ വീട് കണ്ടതിന് പിന്നാലെ പച്ച നുണകളും പെരും കള്ളങ്ങളും പുറത്തേക്ക് പ്രചരിപ്പിക്കുകയാണ്.